ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിവരാവകാശ നിയമം 2005 സുഗമമായ നടത്തിപ്പിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ അടങ്ങിയ ഒരു PSC പരീക്ഷാ സ്പെഷ്യൽ ക്ലാസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് നോക്കാം. അതിൻ്റെ രൂപീകരണം, മന്ത്രാലയം. രൂപീകരണം: വിവരാവകാശ നിയമം 2005 12ാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. വിവരാവകാശ നിയമം 2005 12ാം വകുപ്പ് പ്രകാരം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ഉൾക്കൊള്ളുന്ന മന്ത്രാലയം മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിലാണ് വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്നത് എവിടാണ്? മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. CICയുടെ ഘടനയും അതിൻ്റെ യോഗ്യത. കമ്മീഷൻ്റെ ഘടന നോക്കാം. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ഇതിന് വേണ്ടുന്ന യോഗ്യത നോക്കുമ്പോൾ പൊതുരംഗത്ത് പരിചയസമ്പത്തുള്ളവരും നിയമം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സാമൂഹ്യ സേവനം, മാനേജ്മെൻറ്റ്, പത്രപ്രവർത്തനം, മാസ് മീഡിയ, ഭരണനിർവഹണം എന്നീ മേഖലയിൽ പ്രാഗൽഭ്യമുള്ളവരും ആയിരിക്കണം. CICയുടെ യോഗ്യത പറയുന്നത് പൊതുരംഗത്ത് പരിചയസമ്പത്തുള്ളവർ, നിയമം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സാമൂഹ്യ സേവനം, മാനേജ്മെൻറ്റ്, പത്രപ്രവർത്തനം, മാസ് മീഡിയ, ഭരണനിർവഹണം എന്നീ മേഖലയിൽ പ്രാഗൽഭ്യമുള്ളവരും ആയിരിക്കണം. ഇതിൻ്റെ അയോഗ്യതകൾ: യാതൊരു നിയമനിർമ്മാണ സഭയിലും അംഗമായിരിക്കാൻ പാടില്ല. അതേപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ പദവി വഹിക്കുന്ന വ്യക്തിയോ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളോ നടത്തുന്ന വ്യക്തിയോ ആകരുത്. ഇത് രണ്ടും അയോഗ്യരാക്കും. യാതൊരു നിയമനിർമ്മാണ സഭയിലും അംഗമാകരുത്, രാഷ്ട്രീയ പാർട്ടിയുടെ പദവി വഹിക്കുന്ന വ്യക്തി ആകരുത്, മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തിയും ആകരുത്. ഇത് അയോഗ്യരാക്കും. തിരഞ്ഞെടുപ്പും നിയമനവും. തിരഞ്ഞെടുപ്പ് സമിതി 3 അംഗ സമിതിയാണ് ഇതിനെ തിരഞ്ഞെടുക്കുന്നത്. അതാരൊക്കെയാണ്? പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാൻ. പിന്നെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുമാണ് തിരഞ്ഞെടുപ്പ് സമിതിയായിട്ട് വരുന്നത്. പ്രധാനമന്ത്രി ചെയർമാനായിട്ടുണ്ട്. പിന്നെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുമാണ് CICയുടെ തെരഞ്ഞെടുപ്പ് സമിതി. നിയമനം, അതിൻ്റെ അപ്പോയിൻമെൻറ്റ് നോക്കുമ്പോൾ കേന്ദ്ര ചീഫ് വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്ര ചീഫ് വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സത്യപ്രതിജ്ഞ, രാജി, നീക്കം ചെയ്യലൊക്കെ നോക്കാം. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിൻ്റെ മുൻപാകെയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നതും പ്രസിഡന്റിന് മുൻപാകെയാണ്. നീക്കം ചെയ്യുന്നത്, കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരമാണ് പ്രസിഡന്റ് ഇവരെ നീക്കം ചെയ്യുന്നത്. കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം പ്രസിഡന്റ്. നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ്? തെളിയിക്കപ്പെട്ട ദുർവൃത്തി, അതായത് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ. തെളിയിക്കപ്പെട്ട ദുർവൃത്തി, പ്രൂവ്ഡ് മിസ്ബിഹേവിയറും അപ്രാപ്തിയാകും, അതായത് ഇൻകപ്പാസിറ്റിയും വന്നാൽ ഇവരെ നീക്കം ചെയ്യാൻ കാരണമാകുന്നുണ്ട്. ഇതോടുകൂടി ഇവരെ നീക്കം ചെയ്യും. ഇനി വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവൻ, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ CIC ഭവനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം. സുപ്രധാന വ്യക്തിത്വങ്ങൾ. CICയുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ്: ആദ്യത്തെ കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ടുള്ളത് വജാഹത്ത് ഹബീബുള്ളയാണ് കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിൽ ആദ്യത്തെ വ്യക്തിയായിട്ട് വന്നത്. ആദ്യത്തെ കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. ആദ്യത്തെ വനിതാ ചീഫ് കമ്മീഷണർ ആരെന്ന് നോക്കാം. ആദ്യത്തെ വനിതാ ചീഫ് കമ്മീഷണർ ദീപക് സന്ധു ആണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചീഫ് വനിതാ കമ്മീഷണർ. രണ്ടാമത്തെ വനിതാ ചീഫ് കമ്മീഷണർ ആയിട്ടുള്ളത് സുഷമ സിംഗ് ആണ്
രണ്ടാമത്തെ വനിതാ ചീഫ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത്. 12ാമത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ടുള്ളത് ഹീരാലാൽ സമരിയാണ്. 12ാമത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഹീരാലാൽ സമരിയ. അദ്ദേഹം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ചീഫ് കമ്മീഷണറുമാണ്. ദളിത് വിഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ള ആദ്യത്തെ ചീഫ് കമ്മീഷണർ കൂടിയാണ് ഹീരാലാൽ സമരിയ. അദ്ദേഹം 12ാമത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ്. അടുത്തതായി നമുക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് നോക്കാം. SIC, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപീകരണം, അതിന്റെ ഘടനയും നോക്കുമ്പോൾ കേരള സംസ്ഥാന കമ്മീഷൻ രൂപീകരണം നടന്നത് 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായ തീയതി എന്നാണ് 2005 ഡിസംബർ 19. കമ്മീഷന്റെ ഘടന, സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഘടന, സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഇനി SIC, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പും നിയമനം. തെരഞ്ഞെടുപ്പ് സമിതിയായിട്ട് ഉള്ളത് സംസ്ഥാനത്തിലെ 3 അംഗ സമിതിയാണ്. അതിൽ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ചെയർമാനായിരിക്കും. സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവുണ്ട്. മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുമാണ് ഇതിലെ തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഉള്ളത്. മുഖ്യമന്ത്രി ചെയർമാനാണ്. സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവുണ്ട്. മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഇതിലെ അംഗമായിട്ടുണ്ട്. നിയമനം, സത്യപ്രതിജ്ഞ. നിയമിക്കുന്നത് ഗവർണറാണ്. ഗവർണറാണ് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്മാരെ നിയമിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ഗവർണർക്ക് മുൻപാകെ. സത്യപ്രതിജ്ഞ ചെയ്യുന്നതും നിയമിക്കുന്നതും ഗവർണറാണ്. ഇനി രാജി, നീക്കം ചെയ്യൽ മറ്റ് നോക്കാം. രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്ക് മുൻപാകെ. കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതും ഗവർണർ തന്നെയാണ്. അപ്പോൾ ഇവർ നീക്കം ചെയ്യുന്നത്, രാജിക്കത്ത് സമർപ്പിക്കുന്നത്, നിയമിക്കുന്നതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും എല്ലാം ഗവർണർ തന്നെയാണ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ്. പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് ചുമതലയേറ്റത്. പാലാട്ട് മോഹൻദാസ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി വിവരാവകാശ കമ്മീഷൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്, ഒരു ചെറിയൊരു ടോപ്പിക് വൈസ് ക്ലാസ് ആണ് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ശ്രമിക്കണം. കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.